നമസ്കാരം. കഴിഞ്ഞ ദിവസം എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്തൊരാൾ മുട്ടിയെന്നും പറഞ്ഞ് ഒരു വിഷയം. സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നതായിട്ട്, അങ്ങനെ ഒരു മനഃപൂർവ്വം വന്ന് തട്ടിമുട്ടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ആ നാളെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച പെൺകുട്ടിയെ ഞാൻ സ്മരിക്കുകയാണ് ഈ നിമിഷം. സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇന്നൊരു ട്രെൻഡാണിത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന ആണുങ്ങളൊന്നും മുട്ടി എന്ന് കരുതി ഉടനെ അതൊരു വീഡിയോ എടുത്ത് അയാൾ എന്നെ അബ്യൂസ് ചെയ്തു എന്നും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും നാറ്റിക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് വെച്ച് എല്ലാവരും നല്ല ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലതും ചീത്തയും മനസ്സിലാക്കുക. ഇതിന് നിയമപരമായിട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നിയമ സംവിധാനത്തോടാണ് പറയാനുള്ളത്. ആണുങ്ങൾ സുരക്ഷിതരല്ല. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. ഈ ഒരു കേസിൽ വേണ്ട നടപടി കൃത്യമായിട്ട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ. നാളെ ഞാനും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്കും എത്രത്തോളം സുരക്ഷിതരുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങളും. എന്തു പറയാനാ, ഇതൊരു ആത്മഹത്യയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. ഇതൊരു കൊലപാതകമായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. മനഃപൂർവ്വം ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരവസ്ഥയാണിത്. എന്തായാലും നല്ലത് വരട്ടെ.